നമസ്കാരം. ദി അരുൺ ലാബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്ത് കുരമ്പാല എന്ന സ്ഥലത്തുള്ള ഒരു ഫാക്ടറിയിലാണ്. ഈ സ്ഥാപനത്തിൻ്റെ പേര് സൂര്യ ഇൻഡസ്ട്രീസ് എന്നാണ്. വെളിച്ചെണ്ണ, വിളക്കെണ്ണ, മെഴുകുതിരി, കർപ്പൂരം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ. പത്തനംതിട്ട ജില്ലയിലെ പന്തളം അടൂർ റൂട്ടിൽ, അതായത് NH-183 അല്ലെങ്കിൽ MC റോഡിൽ കുരമ്പാല വഞ്ചിമുക്ക് ജംഗ്ഷനിൽ നിന്നും കൃത്യം 1/2 കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥാപനത്തിലേക്കുള്ള ദൂരം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് സൂര്യ ഇൻഡസ്ട്രീസിന്റെ ഓഫീസിലുള്ളതാണ്. സൂര്യ ഇൻഡസ്ട്രീസിന്റെ ഉടമസ്ഥൻ ശ്രീ ഗോപാലകൃഷ്ണനാണ് ഇപ്പോൾ നമ്മളോട് ഇരിക്കുന്നത്. ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷമായിരുന്നു? 21 വർഷമായി. 21 വർഷമായി. സാറ് എന്തുവായിരുന്നു ആദ്യം ചെയ്തത്? ഈ ജോലി തന്നെയായിരുന്നോ അതോ നേരത്തെ എന്തെങ്കിലും വേറെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു? നേരത്തെ ആർമിയിലായിരുന്നു. അവിടുന്ന് പെൻഷനായി വന്നിട്ടാണ് ഇത് തുടങ്ങിയത് അല്ലേ? സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നിലവിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട് സാറേ? ഇവിടെ 30 പേരുണ്ട്. 30 പേര് നിലവിൽ. സാർ തുടങ്ങിയ സമയത്ത് അപ്പം എന്തുവായിരുന്നു തുടങ്ങിയത്? മെഴുകുതിരിയായിരുന്നു. അപ്പൊ അന്ന് ഇത്രയും വലിയ സെറ്റപ്പും കാര്യങ്ങളും ഇല്ലായിരുന്നു. ഷെഡായിരുന്നു താഴെ. നിലവിലുള്ളത് ഇപ്പൊ നമ്മുടെ അടുത്ത് 6 പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സമീപത്തുള്ള കുറച്ച് ആൾക്കാരല്ലേ ഇവിടെ ജോലി ചെയ്തത്. അപ്പൊ കുറെ പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു സംരംഭമാക്കി ഇത് മാറ്റാൻ കഴിഞ്ഞത് സന്തോഷമുണ്ടല്ലേ? ഭയങ്കര സന്തോഷം. കാരണം നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടെങ്കിലും അവർ എത്ര പേര് നമ്മളെ വീടുകൾ ഓരോ ഇതുകൊണ്ട് വീടുകൾ കഴിഞ്ഞു പോകുന്നത്. നിലവിൽ തന്നെ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സാർ കൊടുക്കുന്നുണ്ട്. അല്ലാതെ കൂടാതെ ഇനിയും ബൾക്കായിട്ട് ഇപ്പൊ വേറെ റിക്വയർമെന്റ് ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാനെ കൊണ്ടുള്ള കംപ്ലീറ്റ് സെറ്റപ്പ് നമ്മുടെ അടുത്തുണ്ട്. സാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പം ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതായത് വിളക്കെണ്ണ, വെളിച്ചെണ്ണ, വിളക്കത്തിരി, സാമ്പ്രാണി, കർപ്പൂരം, മെഴുകുതിരി, അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ആർക്കെങ്കിലും വിപണനം ചെയ്ത് ലാഭം ഉണ്ടാക്കി ഒരു ബിസിനസ് പോലെ തുടരണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു കുറഞ്ഞ മാർജിനിൽ നമുക്ക് അത് എടുക്കാൻ പറ്റും. അതായത് പെർസെന്റേജ് ഒക്കെ എങ്ങനെയാ സാർ? അതിന്റെ ഒരു കണക്കൊക്കെ എങ്ങനെയാ? അവർക്ക് എങ്ങനെയായാലും 10% എടുത്തിട്ട് മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സെയിൽ കിട്ടും. കട നടത്തിക്കൊണ്ട് പോകുന്ന ആൾ ഇവിടെ സമീപിക്കുമ്പോൾ അവർക്കുള്ള റേറ്റ് വേറെ ആയിരിക്കും. ഡിസ്ട്രിബ്യൂട്ടർ റേറ്റ് വേറെ ആയിരിക്കും. പിന്നെ ഇതിന്റെ ഒരു ടാക്സ് സിസ്റ്റം ഒക്കെ സാർ ഇവിടുത്തെ എങ്ങനെയാ? ഇവിടെ നമ്മൾ വന്നിട്ട് റൈസ് ബ്രാൻ ഓയിൽ എടുക്കുന്നത് വന്നിട്ട് റൈസ് ബ്രാനെ നമ്മൾ ചെയ്യത്തുള്ളൂ. അല്ലാതെ വിളക്കെണ്ണ എന്നും പറഞ്ഞുള്ള സാധനം നമ്മളിപ്പോ എടുക്കത്തില്ല. വിളക്കെണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഇവിടെ റൈസ് ബ്രാൻ ഓയിലാണ്. റൈസ് ബ്രാൻ ഓയിലാണ്. അപ്പൊ അതിന് അത് 5% ടാക്സ് ആണ്. 5% ടാക്സ് എടുത്ത് ഞങ്ങൾ ഇവിടെ വിളക്കെണ്ണയായിട്ടെന്നും പറഞ്ഞു കൊടുക്കുന്നത് 12% ടാക്സിലാണ് കൊടുക്കത്തുള്ളൂ. അതെ, പക്ക വിളക്കെണ്ണ എന്ന ലെവലിൽ എഴുതിയിട്ടുണ്ടാവും. അല്ലാതെ കൊടുക്കത്തില്ല. അപ്പൊ 7% കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ ഈ സാധനം പോകുന്നത്. ഇവിടുത്തെ ഒരു ഇൻകം ടാക്സ് ഫയലിംഗ് അങ്ങനെയുള്ള സംഭവം, എല്ലാ സംഭവം ഉണ്ട്. പിന്നെ എല്ലാ വർഷവും ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട്, എല്ലാ മാസവും സെയിൽ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ വിളക്കെണ്ണയുടെ ഒക്കെ ഭയങ്കര ബിസിനസ് ആയിരുന്നു. ഇപ്പൊ വന്നിട്ട് എല്ലാം വരുന്ന ഒരു കംപ്ലീറ്റ് മാർക്കറ്റിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷനായി പോയി. അത് കാരണം സെയിലൊക്കെ ഒരുപാട് കുറഞ്ഞു പോയി. ഇപ്പൊ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന യൂണിറ്റിലോട്ടൊന്ന് പോയി അതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. മെഴുകുതിരി ഉണ്ടാക്കുന്ന യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ ഒന്ന് നോക്കാം. മെഴുകുതിരി ഉണ്ടാക്കാനായി പ്രധാനമായും വേണ്ടത് ചിപ്സ് രൂപത്തിൽ വരുന്ന മെഴുകിന്റെ അസംസ്കൃത വസ്തുവാണ്. ഇത് CPCL അല്ലെങ്കിൽ ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് കൊണ്ടുവരുന്നത്. ആദ്യമായി മെഴുകിന്റെ ഈ അസംസ്കൃത വസ്തുവിനെ ഒരു ബോയിലർ ഉപയോഗിച്ച് ചൂട് കൊടുത്ത് ദ്രാവക രൂപത്തിലാക്കുന്നു. ചോറ് പോലെ ഇത് ചിപ്സ് ആയിട്ടാണ് വരുന്നത് അല്ലേ? അത് ഈ ടാങ്കിനകത്ത് ഇടും. ഈ ടാങ്കിലോട്ട് ഇടുമ്പോ ഇതിനെ ചൂട് കൊടുക്കും. ബോയിലർ ഉണ്ട്. ഇത് ഉരുകിയ മെഴുകാണ്. ഉരുകിയ മെഴുക നമ്മളിപ്പം അതിൽ കളക്ട് ചെയ്തിട്ട് ബക്കറ്റിനകത്ത് എടുത്തിട്ട് നമ്മൾ ഈ മെഷീനിലോട്ട് ഒഴിക്കണം അല്ലേ? ഒഴിച്ചാൽ മതി. അതിനുശേഷം ദ്രാവക രൂപത്തിലായ മെഴുക് ഒരേ സമയം ഒന്നിലധികം മെഴുകുതിരികൾ ഉണ്ടാക്കാൻ പറ്റുന്ന മെഴുകുതിരി മെഷീനിന്റെ കുഴൽ രൂപത്തിലുള്ള അച്ചിലേക്ക് ഒഴിക്കുന്നു. ഈ ഹോളിനകത്തിലെല്ലാം പോയി ആ മെഴുക് ഫില്ലാവും. താഴോട്ടാണ് മെഴുക് പോകുന്നത്. ശേഷം മെഷീനിൽ ഘടിപ്പിച്ചിട്ടുള്ള പൈപ്പ് കണക്ഷനിൽ നിന്നുമുള്ള വെള്ളം ഉപയോഗിച്ച് അച്ചുകളെ തണുപ്പിക്കുകയും ഉറച്ച ശേഷം മെഴുകുതിരികൾ മെഷീനിൽ നിന്ന് വേർപെടുത്തി പാക്കിംഗ് സെക്ഷനിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇതിപ്പോ ഇത് നമ്മൾ തണുത്ത് വന്ന മെഴുകുതിരി പിന്നെ കട്ട് ചെയ്ത ശേഷം ഓരോ സൈസിന്റെ കവറിലേക്കാക്കി പാക്കറ്റാക്കി മാറ്റുക. ഇപ്പൊ നല്ലൊരു കാർട്ടണിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. കർപ്പൂരം ഉണ്ടാക്കുന്ന യൂണിറ്റിലെ പ്രവർത്തനങ്ങളൊന്ന് നോക്കാം. നിലവിൽ ഇന്ന് ഈ യൂണിറ്റിൽ ഇവിടെ ഉൽപ്പാദനമില്ല. എങ്കിൽ തന്നെയും ഇവിടുത്തെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം. കർപ്പൂരം ഉണ്ടാക്കാനായി ആദ്യമായി വേണ്ടത് കർപ്പൂരത്തിന്റെ അസംസ്കൃത വസ്തുവായ സിന്തറ്റിക് ക്യാംഫർ ഒരു മെഷീന്റെ സഹായത്താൽ പൊടിച്ചെടുക്കുന്നു. അതിനുശേഷം കർപ്പൂരത്തിന്റെ ആകൃതി ഉണ്ടാക്കുന്ന ഡൈ മെഷീൻ ഉപയോഗിച്ച് വേണ്ട വലുപ്പത്തിലുള്ള ആകൃതിയാക്കിയെടുക്കുന്നു.
ശേഷം ഒരു ത്രാസ് ഉപയോഗിച്ച് കൃത്യമായ തൂക്കത്തിൽ പാക്ക് ചെയ്യുന്നു. ഇവിടെ 3 രീതിയിലായിട്ടാണ് കർപ്പൂരം പാക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ രീതി, ആവശ്യമുള്ള തൂക്കത്തിൽ കർപ്പൂരം എടുത്ത ശേഷം കൈകൾ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് കവറിൽ നിറയ്ക്കുന്നു. ആ കവറുകൾ ഒട്ടിക്കുന്ന മെഷീൻ്റെ കൺവെയറിൽ വെച്ച് കൊടുക്കുകയും ഒട്ടിച്ചെടുക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ രീതി, ഈ രീതിയിൽ ഓട്ടോമാറ്റിക് കവർ പാക്കിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് കർപ്പൂരം പാക്ക് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് കവർ പാക്കിംഗ് മെഷീൻ്റെ കപ്പ് പോലുള്ള പ്രതലത്തിൽ തൂക്കിയെടുത്ത കർപ്പൂരം വയ്ക്കുന്നു. ശേഷം കൺവെയർ കറങ്ങി കൃത്യമായ പാക്കറ്റുകളായി ഒട്ടിച്ചു മാറുന്നു. ഈ ഓട്ടോമാറ്റിക് മെഷീനിൽ ഒരേ സമയം ഒരുപാട് കർപ്പൂരം പാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമത്തെ രീതി, ഈ രീതിയിൽ ബോട്ടിൽ പാക്കിംഗ് ആണ് വരുന്നത്. കൃത്യമായ തൂക്കത്തിൽ കർപ്പൂരം എടുത്ത ശേഷം അതിനെ ആവശ്യമുള്ള ബോട്ടിലുകളിൽ കൈകൾ ഉപയോഗിച്ച് പാക്ക് ചെയ്ത് മാറ്റുന്നു. വെളിച്ചെണ്ണ നിറയ്ക്കുന്ന യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ ഒന്ന് വിശദീകരിക്കാം. പ്രധാനമായും 2 രീതിയിലാണ് വെളിച്ചെണ്ണ ഇവിടെ നിറയ്ക്കുന്നത്. ഒന്ന് പ്ലാസ്റ്റിക് കവറുകളിൽ, 2 പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ. ആദ്യമായി പ്രധാനപ്പെട്ട സ്റ്റോറേജ് ടാങ്കിൽ ആട്ടിയ വെളിച്ചെണ്ണ സംഭരിക്കുന്നു. പിന്നീട് ഇവിടെ നിന്നും അത് കവർ ഫില്ലിംഗ് യൂണിറ്റിലും ബോട്ടിൽ ഫില്ലിംഗ് യൂണിറ്റിലും സ്ഥാപിച്ചിട്ടുള്ള സെക്കൻഡറി സ്റ്റോറേജ് ടാങ്കിലേക്ക് മാറ്റുന്നു. ശേഷം അത് മെഷീൻ ഉപയോഗിച്ച് കൃത്യമായി നിറച്ച് മാറ്റി പാക്ക് ചെയ്യുന്നു. ആദ്യമായി പ്ലാസ്റ്റിക് കവർ ഫില്ലിംഗ് യൂണിറ്റിലെ കാര്യങ്ങൾ. പ്രധാന സ്റ്റോറേജ് ടാങ്കിൽ നിന്നും സെക്കൻഡറി സ്റ്റോറേജ് ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത വെളിച്ചെണ്ണ മോട്ടോർ ഉപയോഗിച്ച് മെഷീനിലേക്ക് പമ്പ് ചെയ്യുന്നു. ശേഷം മെഷീനിലെ പ്ലാസ്റ്റിക് കവറിൻ്റെ റോൾ ക്രമീകരിച്ച് 1 ലിറ്റർ 500 മില്ലി ലിറ്റർ കവറുകളിൽ വെളിച്ചെണ്ണ ഫില്ല് ചെയ്ത് മാറ്റുന്നു. ഫില്ലിംഗ് ചെയ്ത കവറുകൾ തൂക്കം പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നു. ശേഷം ആ കവറുകൾ കാർട്ടണുകളിൽ അടുക്കി ഒട്ടിച്ച് വിതരണത്തിനായി മാറ്റുന്നു. ഇതൊക്കെ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? കണ്ടിന്യൂ റൺ ചെയ്താൽ എത്ര സമയം വരെ അങ്ങനെ കുഴപ്പമില്ലല്ലോ? ഫാനും എല്ലാം ഉണ്ടല്ലേ? കൂളിംഗ് ഉണ്ട്. ഇവിടെ എന്താ 6 ലിറ്ററിന്റെ ആണോ പാക്ക് ചെയ്യുന്നത്? 6 ലിറ്ററിന്റെ. രണ്ടാമതായി ബോട്ടിൽ ഫില്ലിംഗ് യൂണിറ്റിലെ കാര്യങ്ങൾ. പ്രധാന സ്റ്റോറേജ് ടാങ്കിൽ നിന്നും സെക്കൻഡറി സ്റ്റോറേജ് ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത വെളിച്ചെണ്ണ ട്യൂബുകളുടെ സഹായത്താൽ ബോട്ടിൽ ഫില്ലിംഗ് യൂണിറ്റുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ശേഷം 500 മില്ലി ലിറ്റർ 1 ലിറ്റർ ബോട്ടിലുകളിൽ വെളിച്ചെണ്ണ നിറച്ച് മാറ്റുകയും അതിന് തൂക്കം പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. 1 ലിറ്റർ ബോട്ടിൽ ഫില്ലിംഗ് ചെയ്യുമ്പോൾ മെഷീനിൽ 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫില്ലിങ്ങിന് ശേഷം ബോട്ടിലിൻ്റെ അടപ്പിൽ ഫോയിൽ സീൽ നിറയ്ക്കുകയും അടപ്പ് മുറുക്കി ഫോയിൽ സീലിംഗ് മെഷീനിലേക്ക് കടത്തിവിട്ട് സീലിംഗ് പൂർത്തിയാക്കുകയും ചെയ്യുന്നു. ശേഷം ബോട്ടിലുകൾ കാർട്ടണുകളിൽ അടുക്കി ഒട്ടിച്ച് വിതരണത്തിനായി മാറ്റുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെളിച്ചെണ്ണ ഫില്ല് ചെയ്യുന്ന യൂണിറ്റിലാണ്. ഇത് ഫില്ല് ചെയ്യുന്ന ടാങ്ക് ഇല്ല കേട്ടോ. വെളിച്ചെണ്ണ സ്റ്റോറേജ് ടാങ്ക് അകത്താണ്. അകത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ട് പമ്പ് ചെയ്യും. ഇതിലാണ് ഫില്ലായി കിടക്കുന്നത്. ഈ ട്യൂബ് വഴി ഈ ഫില്ലിംഗ് മെഷീനിലോട്ട് പോവാം. നമ്മൾ ബോട്ടിൽ പാക്കറ്റ് എടുത്തിട്ട് ഓരോ ഈ അച്ചിലായിട്ട് വെക്കണം അല്ലേ? ഇതിൽ ഫില്ലായി കഴിഞ്ഞു. ഇവിടെ 2 ഫില്ലായി കഴിഞ്ഞു. ഒരു സൈഡിൽ അപ്പുറത്തും 2 ഫില്ലായി. വെയിറ്റ് ഇടയ്ക്ക് ചെക്ക് ചെയ്തോണ്ടിരിക്കണം. വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അഡ്ജസ്റ്റ്മെന്റ് വല്ലതും ചെയ്യണം. അവിടെ നിന്ന് ഒഴിക്കും. ഒഴിച്ച് ഫില്ല് ചെയ്ത് വിടത്തുള്ളൂ. ഓക്കെ. അകം സീൽ ചെയ്യും. സീൽ ചെയ്യുന്ന മെഷീൻ ഏതാ? അത് ഇതാണല്ലേ? ഹീറ്റ് ആയിട്ടുണ്ടോ നോക്കണം അല്ലേ? ഹീറ്റായി. ഓക്കെ ഓക്കെ. ലേബിൾ ഒട്ടിച്ച് വെച്ച എണ്ണ നമ്മളിവിടെ നമ്മുടെ കാർട്ടണിലോട്ട് ആക്കുവാണ്. നമ്മൾ പാക്ക് ചെയ്യാൻ പോവാ അല്ലേ? ഓൾറെഡി അത് 2 സൈഡ് ഒട്ടിയാണ്. വിളക്കെണ്ണ യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ. നിലവിൽ ഇന്നിവിടെ ഉൽപ്പാദനമില്ല എങ്കിൽ തന്നെയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഒന്ന് വിശദീകരിക്കാം. തവിടെണ്ണ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലാണ് വിളക്കെണ്ണയായി ഇവിടെ വിപണനത്തിലുള്ളത്. പുറത്തുനിന്നും ഇവിടുത്തെ ടാങ്കർ ലോറിയിൽ തന്നെ കൊണ്ടുവരുന്ന തവിടെണ്ണ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള മെയിൻ സ്റ്റോറേജ് ടാങ്കിലേക്ക് നിറയ്ക്കുന്നു. അതിനുശേഷം ടാങ്കിന് താഴെ സ്ഥാപിച്ചിട്ടുള്ള മോട്ടോർ ഉപയോഗിച്ച് ഈ എണ്ണ വിളക്കെണ്ണ ഫില്ലിംഗ് യൂണിറ്റിലെ സെക്കൻഡറി സ്റ്റോറേജ് ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നു. പിന്നീട് ട്യൂബുകൾ വഴി ആ എണ്ണ ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന വിളക്കെണ്ണ ഫില്ലിംഗ് മെഷീൻ യൂണിറ്റിലേക്ക് പോകുന്നു. ഫില്ലിംഗ് മെഷീന് മുൻപായി ബോട്ടിലുകളിൽ മാനുഫാക്ചറിംഗ് ഡേറ്റ് പ്രിന്റ് ചെയ്യാനുള്ള ഇങ്ക്ജെറ്റ് പ്രിന്റർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൺവെയറിൽ ബോട്ടിലുകൾ അടുക്കി വെക്കുകയും സെറ്റ് ചെയ്ത പ്രകാരം പ്രിന്റിംഗ് നടക്കുകയും ചെയ്യുന്നു. തുടർന്ന് ആ ബോട്ടിലുകൾ വീണ്ടും മുന്നോട്ട് പോയി വിളക്കെണ്ണ ഫില്ലിംഗ് മെഷീനിൻ്റെ നോസിലേക്ക് പോവുകയും സെറ്റ് ചെയ്ത അളവിൽ എണ്ണ ബോട്ടിലുകളിൽ ഫില്ലാവുകയും ചെയ്യുന്നു. പിന്നീട് കൺവെയർ വഴി തന്നെ മുന്നോട്ട് പോയി ക്യാപ്പിംഗ് പ്രോസസ്സ് നടക്കുകയും ഫൈനൽ പ്രൊഡക്റ്റായി മാറുകയും ചെയ്യുന്നു. ശേഷം ആ ബോട്ടിലുകൾ കാർട്ടണുകളിൽ നിറച്ച് ഒട്ടിച്ച് വിതരണത്തിന് തയ്യാറാക്കുന്നു. ഇതെന്താ സാറേ? ഈ മെഷീൻ എന്താ സാറേ? ഇത് നമ്മൾ എല്ലാ പ്രോഡക്റ്റും പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കും. ഇത് ബോട്ടിൽ വെക്കാനുള്ള റാക്കാണോ? ഇത് റാക്ക്. ആദ്യം നമ്മൾ ബോട്ടിൽ ഇപ്പോൾ ആദ്യം അടുക്കി വെക്കും അല്ലേ? പറക്കി വെച്ചാൽ ഇപ്പൊ ഈ നോസിൽ ഇത് പ്രിന്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇത് പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. MRP 35. ഇത് എത്രയാണ്? 100 ഗ്രാം അല്ലേ? 100 ഗ്രാം. ഓക്കെ. ഇപ്പൊ ഫില്ലായി.
ഇതിന്റെ ക്യാപ്പ് നമ്മൾ അതിന് ഫില്ല് ചെയ്തിട്ട് തന്നെ വന്ന് ലോക്കാവും. ഓക്കെ. എന്നിട്ട് ഇതുവഴി ഇങ്ങ് പോരും ഇത്. എന്നിട്ട് ഇവിടുന്ന് പാക്കായി അങ്ങ് പോകും. സൂര്യ ഇൻഡസ്ട്രീസിലെ ഉൽപ്പന്നങ്ങൾ ഒറ്റ നോട്ടത്തിൽ. സാറേ നമുക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? അതെ. ആദ്യം എന്തോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് സാറേ? ആദ്യം കർപ്പൂരത്തിന്റെ കാണിക്കാം. കർപ്പൂരം. ഇത് 1 കിലോ. 1 കിലോ പാക്കറ്റ് ക്ഷേത്രത്തിലേക്കുള്ള ഇതെല്ലാം കിടഞ്ഞ് നല്ല കറക്റ്റ് അടുക്കി വെച്ചിരിക്കുന്നത്. അടുത്തത് 1/2 കിലോ പാക്കറ്റ്. അതെല്ലാം ഇടഞ്ഞ് നല്ല കറക്റ്റ് ആയിട്ട് വെച്ചേക്കുന്നത്. അതെ അതെ. കൂടുതൽ ക്ഷേത്രത്തിലോട്ടാ പോകുന്നത്? അതെ, ക്ഷേത്രങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് 250 ഗ്രാമിന്റെ 100 ഗ്രാം. അടുത്തത് 50 അല്ലേ? 50 ഗ്രാം. 50 ഗ്രാം, 10 ഗ്രാം, 5 ഗ്രാം. അതായത് 1 കിലോ മുതൽ 5 ഗ്രാം വരെ ഉണ്ട് അല്ലേ? അതെ. അടുത്തതെന്ന് പറഞ്ഞാൽ മെഴുകുതിരിയാണ്. മെഴുകുതിരി അല്ലേ? മെഴുകുതിരി. ഇതിപ്പോ എന്തോ MRP 20 കൊടുത്തിട്ടുണ്ടല്ലോ. 20 രൂപ ഒരെണ്ണം, ഈച്ച് 20 രൂപ. ഇതേലെ 6 മെഴുകുതിരി വരും ഇതിനകത്തില്ല. ഇത് അടി സ്റ്റാൻഡുള്ള മെഴുകുതിരി. സ്റ്റാൻഡുള്ളതാണ്. അപ്പൊ ഇതിങ്ങനെ തറയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വീഴത്തില്ല. അങ്ങനത്തെ തറ ഒട്ടിച്ച് വെക്കുമൊന്നും വേണ്ട. ഒരു മെഴുകുതിരിക്ക് 20. 6 എണ്ണം വരും. 6 എണ്ണം വരും അല്ലേ? അതിൽ തന്നെ വേറെ 15 രൂപ MRPയുടെ. ഇത് 15 രൂപയുടെ. 15ന്റെ 12 എല്ലാത്തിന്റെ പടം കൊടുത്തിട്ടുണ്ട്. ഇതേ തന്നെ കേരള ക്യാൻഡിൽ സ്റ്റാൻഡിന്റെ പടം കൊടുത്തിട്ടുണ്ട്. എത്ര രൂപ വരെയുള്ള മെഴുകുതിരിക്ക് സ്റ്റാൻഡ് വരുന്നത്? 12 രൂപ വരെയുള്ള. 12 രൂപയുള്ള. അപ്പൊ ഈ 10 എന്ന് പറയുമ്പോൾ 10 സാധാ സ്റ്റാൻഡ് ഇല്ലാത്തതാണ്. അത് കഴിഞ്ഞിട്ട് 8 അതെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. 8, 7, 6, 450, 350, 250. ഇത് കാർത്തിക മെഴുകുതിരി എന്ന് പറയാം. നമ്മുടെ വൃശ്ചിക കാർത്തികയ്ക്ക് വന്നിട്ട് ഇത് കണ്ടമാനം ചെലവുള്ള ഒരു സംഭവമാണ്. അത് ചെറുത്. അടുത്തതും ഇത് വന്നിട്ട് പള്ളിയിലൊക്കെ ഡെയിലി യൂസിനുള്ളതാ. 24 എണ്ണം വരും. 35 രൂപ അല്ലേ? അതെ. ഇത് അതിന്റെ വലുതാണ്. 50 രൂപ MRPയുടെ. അതും ഡെയിലി യൂസിന് വരുന്ന. 24 എണ്ണം 50 രൂപ. അതെ, 24 എണ്ണം 50 രൂപ. ഇത് വന്നിട്ട് കിലോ തിരി വീടുകളിൽ ഇങ്ങനെ ഡെയിലി യൂസിന് പോകുന്നതാണ്. 1/2 കിലോ മേടിക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ നിൽക്കും. നമുക്ക് ഇതിപ്പോ 1/2 കിലോയ്ക്ക് എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. 200 രൂപ. MRP അങ്ങനെ ഇട്ടിരിക്കുന്നുള്ളതേ ഉള്ളൂ. അത് മാറ്റം വരും. മാറ്റം. ഇതും ഈ കല്ലറയിലൊക്കെ കത്തിക്കാനും വീടുകളിലെ ഈ ഓരോ പരിപാടികൾക്കൊക്കെ വന്നിട്ട് അലങ്കരിക്കാനൊക്കെ എടുക്കുന്നത് കപ്പ് ക്യാൻഡിൽ. ഇത് കറണ്ട് പോകുന്ന വീട്ടിൽ കത്തിക്കാൻ ടോർച്ച് ക്യാൻഡിൽ. ടോർച്ച് ക്യാൻഡിൽ പല കളറിൽ വരും. അതിന് 60 രൂപ. 60 രൂപ വരും. MRP ആണ് 60 രൂപ. അതിലൊക്കെ വില കുറച്ച് ഒരുപാട് കിട്ടും. നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ റേറ്റിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷന് കൊടുക്കുന്നതാണ്. ഒരുപാട് റേറ്റ് വ്യത്യാസം വരും കൊടുക്കുന്നത്. സാർ അടുത്ത വിളക്കെണ്ണയാണോ? വിളക്കെണ്ണ. അത് എത്ര ലിറ്ററിന്റെ ഒക്കെ വരും? ഇത് 1 ലിറ്റർ. ഇത് അതിന് ചെറുതാണല്ലേ? അതെ, അരയുടെ 500 ml. അതിന്റെ തന്നെ ഏറ്റവും ചെറുത്. അമ്പലങ്ങളിലേക്കൊക്കെ ക്ഷേത്രങ്ങളിലേക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ. അടുത്ത ഐറ്റം സാറേ? അടുത്ത വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ പൗച്ച് അല്ലേ? പൗച്ച് 1 ലിറ്റർ, 1/2 ലിറ്റർ. ഈ പൗച്ച് വരുന്നത് 1 ലിറ്റർ 1/2 ലിറ്റർ. 1 ലിറ്റർ 1/2 ലിറ്റർ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബോട്ടിൽ വരുന്നുണ്ട്. ബോട്ടിൽ 1 ലിറ്റർ. 1 ലിറ്റർ. ഇത് 1/2 ലിറ്റർ. ഈ ബോട്ടിൽ വരുമ്പോഴും പൗച്ച് വരുമ്പോഴും വ്യത്യാസമുണ്ട്. വില വ്യത്യാസം വരും. കാരണം ഒരു കുപ്പിക്ക് വന്നിട്ട് 6 രൂപ വില വരും ഇതിന്. പിന്നെ അതിന്റെ അടപ്പ്, അതിനകത്തിൽ സീലിംഗ് ഉണ്ട്. ഇത് പക്ക നമ്മൾ സീൽ ചെയ്താണ് വിടുന്നത്. കണ്ടല്ലേ? ഇതുപോലെ സീലിംഗ് വരും. അപ്പൊ ഇത് നമുക്ക് വിശ്വസിച്ച് മേടിക്കാം. സാധനം ഒന്നും ചേർക്കാൻ പറ്റത്തില്ല. സീല് പൊട്ടിയതാണെന്നുണ്ടെങ്കിൽ അതിനകത്തില് പിന്നെ അതിന്റെ തന്നെ ഏറ്റവും ചെറുതുണ്ടല്ലോ. ഏറ്റവും ചെറുത് ഇത് അമ്പലങ്ങളിലൊക്കെ ഇപ്പൊ വന്നിട്ട് കൂടുതലായിട്ടും വന്നിട്ട് 100ന്റെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അല്ല, മിക്കവാറും അമ്പലങ്ങളിലും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എന്നാലും 100ന്റെ ആണ് കൂടുതൽ ആയിട്ട് ആൾക്കാർ കൂടുതൽ പോകുന്നത്. അടുത്ത ഐറ്റം സാറേ? ഇത് വിളക്കത്തിരി. ഇത് കൽവിളക്കിലിടുന്ന തിരിയാണ്. ശിവശക്തി വിളക്കത്തിരി. വിളക്കത്തിരി വലിയ വിളക്കത്തിരി. ഇത് വലിയ നീളമുള്ളതാ. ഇത് കൽവിളക്കിലെ ആവശ്യത്തിനുള്ളതാ. നമ്മൾ സാറിന് വീട്ടുപോയോ? അല്ല, ഇത് രണ്ടായിട്ട് മുറിക്കാന്നുണ്ടെങ്കിലേ രണ്ടായിട്ട് വീട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അത്യാവശ്യം നീളമുണ്ട്. ലാഭമോ? നല്ല നീളമുണ്ട്. ഇതാ ലാഭം. മറ്റേ ഇരട്ടി വരും. അതിങ്ങനെ നമ്മൾ ഈ ഒരു പാക്കറ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കുള്ളൂ. അതെ അതെ. അതിന്റെ തന്നെ നീളം കുറഞ്ഞത് 3 അടുക്കിന്റെ. ഇത് അതിലും ചെറുത്. നീളവും ചെറുത്, തൂക്കവും കുറവായിരിക്കും. പിന്നെ ഇത് ചന്ദനത്തിരി, അഗർബത്തി. ഇതിപ്പോ ഇങ്ങനെ ഒരു ബണ്ടിലായിട്ടിരിക്കും. ഒരു ബണ്ടിൽ 12 എണ്ണം അതിനകത്തില്. ഇതിങ്ങനെ ഇങ്ങനെ കൊടുക്കത്തുള്ളൂ. അമ്പലങ്ങളിൽ ചെല്ലുന്നുണ്ടെങ്കിൽ അവരിത് പൊട്ടിച്ചിട്ട് ഓരോ പാക്കറ്റ് എടുത്തിട്ട് ആൾക്കാർക്ക് കൊടുക്കും. 10 രൂപയോ 15 രൂപയോ. 15 രൂപ MRP ഉണ്ട്.
10 രൂപയ്ക്ക് കൊടുത്താലും മതി. ഇതിപ്പോ ഒരെണ്ണത്തിന് 15 രൂപ അല്ലേ? ഓക്കെ. ബിസിനസ് ആവശ്യങ്ങൾക്കായി സൂര്യ ഇൻഡസ്ട്രീസിനെ ബന്ധപ്പെടാൻ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ദയവായി ഈ ഫോൺ നമ്പറുകൾ കൃത്യമായ ആവശ്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ദി അരുൺ ലാബ്സിലെ വീഡിയോകൾ സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രേക്ഷകരോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. തുടർന്ന് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.